ഉപ്പിലിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്കിന്നൊരു ചമ്മന്തി ആയാലോ? നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വാഷ് ചെയ്തിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ് നമ്മൾ കളയാം. ഓരോന്നിൻ്റെ സീഡ് കളഞ്ഞ ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് മിക്സിയിലല്ല കേട്ടോ, നമ്മൾ ചതക്കണ കല്ലില്ല, ആട്ടുകല്ല്, അതിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പണ്ടൊക്കെ കുറേ അമ്മിമ്മലാണ് ചമ്മന്തി അരച്ചിട്ടുള്ളത് ഞാനൊക്കെ. പക്ഷേ ഇപ്പം അമ്മ അങ്ങനെ ഇല്ലല്ലോ, യൂസ് ചെയ്യാത്തത് കാരണം ഈ ചതക്കണതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മുളക് പൊടി ഇപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആട്ടുകല്ല് എടുത്തിട്ടുണ്ട്. അതിനെണ്ണയിൽ ഞാനൊരു കുറച്ച് വെച്ചെടുത്ത് 2-3 വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ചതച്ച് നോക്കി. കണ്ണിമാങ്ങൻ്റെ തൊലി കുറച്ച് കട്ടിയായത് കാരണം മാങ്ങൻ്റെ തൊലി ഇപ്പോൾ ഒരു ഹാർഡായിരിക്കുമല്ലോ, അപ്പോൾ ഇത് നന്നായി ചതക്കണിട്ട്, എന്നാലേ ആ ഒരു ചമ്മന്തിൻ്റെ ഒരു ലുക്ക് വരുള്ളൂ. ആവശ്യത്തിന് മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചതക്കുന്ന ടൈമിൽ അങ്ങനെ നന്നായി ചതച്ചെടുക്കുന്നിട്ട് കുറച്ചീച്ച് ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് മാങ്ങ ചതച്ചെടുക്കുക. ഞാനിവിടെ പച്ചമുളകും ചുവന്നമുളകൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, മുളക് പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നന്നായി ചതക്കയിൽ വെച്ചിട്ട് ഈ മാങ്ങൻ്റെ തൊലിയൊക്കെ നന്നായി ചതയാണ് കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇവിടെ ഫുള്ളും ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അതിൽ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുളകിന് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിവിടെ അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും മേക്ക് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് അതിലേക്ക് തുള്ളി ചോറിട്ടിട്ട് അതൊന്ന് വെറുതെ കഴിച്ച് വെക്കാൻ വേണ്ടി ഇങ്ങനെ ടേസ്റ്റ് നോക്കാനാണ് ഇട്ട്. അങ്ങനെ നമ്മൾ അമ്മിമ്മൊക്കെ ഇട്ട് ലാസ്റ്റ് ചെയ്യുമല്ലോ, അമ്മിമ്മലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചോറ് കഴിക്കുക, അതുപോലെ കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.